സുജാതൻ നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടുകൂടി വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം കേരളത്തിലെ CPM-ൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. വളരെയധികം പ്രതിസന്ധികൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടുകൂടി CPM-ൽ ഉരുണ്ടുകൂടിയിട്ടുണ്ട്. കാര്യം അവർ പല നല്ല കാര്യങ്ങളും ചെയ്തു. ഉദാഹരണത്തിന് ഏറ്റവും അവസാനം മിന്നൽ ബ്രാൻഡ് വരെ ലോഞ്ച് ചെയ്തു. മലബാർ മിന്നൽ ബ്രാൻഡ് വരെ ലോഞ്ച് ചെയ്തു. പാർട്ടി സഖാക്കൾ പറയണ മിക്കവാറും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിൽ വരുമ്പോഴത്തേക്കും മിന്നൽ വിസ്കിയും അതുപോലുള്ള ഇടിവെട്ട് സ്കോച്ച് ഒക്കെ വരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അമ്പലപ്പുഴ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് ചെന്ന് ചാടിയിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ച പോലെ അല്ലാന്ന് തോന്നുന്നു സുധാകരൻ്റെ നിലപാട്. അത് CPM-നെ പ്രതികൂലമായിട്ട് ബാധിക്കുമോ? തീർച്ചയായിട്ടും CPM-ലെ ഏറ്റവും വലിയ ക്രൈസിസ് ഇപ്പോൾ സുധാകരൻ ഇഷ്യൂ ആണ്. രണ്ട് മുന്നണിയിലും സുധാകരൻ ഇഷ്യൂ ഉണ്ട്. പക്ഷേ CPM-ലെ സുധാകരൻ ഇഷ്യൂ നമ്മൾ പുറമേ കാണുന്നതിനേക്കാൾ വളരെ വലുതാണ്. അതിനകത്ത് സുധാകരനെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗം CPM അണികൾ ആലപ്പുഴയ്ക്ക് പുറത്തും ആലപ്പുഴയിൽ ധാരാളവുമുണ്ട്. അത് ആലപ്പുഴയിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളെയും, കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിലെ നിയമസഭാ മണ്ഡലങ്ങളെയും സാരമായി CPM-ന് ദോഷം ചെയ്യും. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ദോഷം പരിഹരിക്കുവാനുള്ള സമയവും വളരെ കുറവാണ് CPM-ന്. അതായപ്പോൾ ഏർലി ഇലക്ഷനാണ്, April 9. ഇന്ന് നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന ദിവസം മുതൽ 25 ദിവസമേ പോളിങ്ങിനുള്ളൂ. അപ്പോൾ ഈ 25 ദിവസത്തിനുള്ളിൽ പരിഹരിക്കാവുന്ന ഒരു ക്രൈസിസ് അല്ല ഇപ്പോൾ CPM നേരിടുന്നത്. മലബാറിൽ പ്രായണ സുധാകരൻ ഫാക്ടർ കുറവായിരിക്കും, താരതമ്യേന കുറവായിരിക്കും. പക്ഷേ സുധാകരൻ ഉയർത്തിയിരിക്കുന്ന ഇഷ്യൂ അത് പാർട്ടിക്കകത്ത് ഭിന്നാഭിപ്രായം ആയിട്ട് പ്രതിധ്വനിക്കുന്നുണ്ട്. സുധാകരന് അനുകൂലമായിട്ടും എതിരായിട്ടും പല ഫേസ്ബുക്ക് പോസ്റ്റുകളും നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ സുധാകരൻ എന്ന ഒരാളിന് പാർട്ടി പൊതുവായി തീരുമാനിക്കുന്ന ഒരു ടൈം ഫാക്ടർ, ഇത്ര തവണ കഴിഞ്ഞ ആളുകളും ഇത്ര ഏജ് കഴിഞ്ഞവരും മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ചാൽ അതിന് സുധാകരന് മാത്രമായ ഒരു ഇളവ് കൊടുക്കണം എന്ന് ചോദിക്കുന്നവരുണ്ട്. അതെന്താ, സുധാകരൻ എൻ്റെ മാടമ്പി സ്വഭാവം അനുസരിച്ച് അദ്ദേഹത്തിന് മാത്രം ഒരു ഇളവ് എന്തിനാണ്? മാർക്സിസ്റ്റ് പാർട്ടിക്ക് അതേ ചോദ്യം ഇത് കേൾക്കുന്നവർക്ക് വേണമെങ്കിൽ പിണറായിയുടെ കാര്യത്തിലോ എന്നും ചോദിക്കാം. പക്ഷേ ഈ തരം ക്രൈസിസ് പാർട്ടിക്കകത്ത് രൂഢമൂലമായി ഭരണവിരുദ്ധ വികാരമായിട്ടും വന്നു ചേർന്നുണ്ട്. 2014 പാർട്ടി ജയിച്ചു, 16 പാർട്ടി ജയിച്ചു, അധികാരത്തിൽ വന്നു. അടുത്ത തെരഞ്ഞെടുപ്പിനും പാർട്ടി ജയിച്ചു, അപ്രതീക്ഷിതമായി. പല ഭൗതിക ഘടകങ്ങളും LDF-ന് അനുകൂലമായി പിണറായിയുടെ തുടർഭരണം വന്നു. അത് കേരളത്തിൽ അപൂർവമായിരുന്നു, മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ സാഹചര്യം വീണ്ടും ആവർത്തിക്കണം എന്ന് പിണറായി വിഭാഗം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ മാർക്സിസ്റ്റുകാർ അത് ആഗ്രഹിക്കുന്നില്ല. പാർട്ടി ഇനി തോറ്റില്ലെങ്കിൽ പാർട്ടി നശിക്കും എന്ന് വിചാരിക്കുന്ന CPM-കാർ തെക്കോടക്ക് ധാരാളമുണ്ട്. അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെക്കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ കേരള സാഹിത്യ അക്കാദമി പ്രസിഡൻറ്റ് കവി സച്ചിദാനന്ദൻ പറഞ്ഞു, ഇനി പാർട്ടി തോക്കുന്നതാണ് നല്ലതെന്ന്. പാർട്ടി തോറ്റില്ലെങ്കിൽ പാർട്ടി ഇല്ലാതെയാകും എന്ന അർത്ഥത്തിൽ അദ്ദേഹം സംസാരിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൽ അതിനൊരു പാർട്ടി അച്ചടക്ക നടപടിക്ക് മുതിർന്നില്ല. കാരണം അത് പാർട്ടിയിൽ അനേകം ആളുകളുടെ വികാരം വാക്കുകളിലൂടെ പ്രതിഫലിപ്പിക്കുകയായിരുന്നു സച്ചിദാനന്ദൻ എന്ന് നേതൃത്വത്തിന് മനസ്സിലായി. അതേ വികാരം പങ്കുവയ്ക്കുന്ന ലക്ഷോപലക്ഷം പാർട്ടി അനുഭാവികൾ ഇപ്പോൾ കേരളത്തിലുണ്ട്. അവർ ഇനി പാർട്ടിക്കെതിരായിട്ട് വോട്ട് ചെയ്യും. പാർട്ടിക്കെതിരായിട്ട് വോട്ട് ചെയ്യുന്നത് പാർട്ടിയെ രക്ഷിക്കാനാണെന്ന് അവർക്ക് നല്ല വിശ്വാസമുണ്ട്. അത് ആ വോട്ട് കോൺഗ്രസിനും പോകാം, നല്ല ഒരളവ് BJPക്കും പോകാം. BJPയിലേക്ക് ഈ കാലാകാലങ്ങളിൽ ബലവും വോട്ടും കൂടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാന ചോർച്ച സംഭവിക്കുന്നത് കോൺഗ്രസിനല്ല, കൂടുതലും CPM-നാണ്, തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും. അപ്പോൾ ആ സ്ഥിതി, ഈ സുധാകരൻ ഫാക്ടർ അടക്കം ഉള്ളത് CPM-ന് ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു തിരിച്ചടിയാകും. ഇപ്പോൾ CPM-ഉം LDF-ഉം തോറ്റില്ലെങ്കിൽ തകരാൻ പോകുന്നത് CPM-ആണ്. ആ ബോധ്യമുള്ള അനേകം ആളുകൾ CPM അനുഭാവികളായുണ്ട്. അവർ CPM-ന് പാർട്ടിക്കെതിരെ വോട്ട് ചെയ്യുന്ന, അതോ പാർട്ടിക്കോ
ആർക്കോ വോട്ട് ചെയ്യാതെ ഇരിക്കുന്ന ഒരവസ്ഥയും സംജാതമാകാം. അവർ ഈ സുധാകരൻ ഇഷ്യൂ പരിഹരിക്കാത്തത് ഒരു ധാർഷ്ട്യത്തിൻ്റെ തെളിവായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? കാരണം ഇപ്പോൾ പിണറായി വിജയൻ ആലപ്പുഴയിൽ ചെന്നിരുന്നപ്പോൾ സുധാകരൻ്റെ വീട്ടിൽ ചെന്ന് സുധാകരനെ കാണും എന്നായിരുന്നു വാർത്ത ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം കാണുകയും ചെയ്തില്ല, സുധാകരനെ കുറിച്ചൊന്നും പറയുകയും ചെയ്തില്ല. അപ്പോൾ അത് ഒരുപക്ഷെ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു, സുധാകരനുമായി സംസാരിച്ചിരുന്നുവെങ്കിൽ തീർക്കാമായിരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അവർ തമ്മിൽ ഇപ്പോഴത്തെ. അല്ല, അത് പിണറായി വിജയനെ അറിയുന്ന ഒരാൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. പിണറായി വിജയൻ പിന്നെ വിജയിക്കാത്ത ഒരു ദൗത്യം ഏറ്റെടുക്കത്തില്ല. ഇൻ കേസ് അത് സുധാകരൻ കണക്ക് തിരിച്ചങ്ങോട്ട് ചില ചോദ്യം ചോദിച്ചാൽ പിണറായി വിജയൻ ഉത്തരം മുട്ടും. ഇല്ലെങ്കിൽ പിണറായി വിജയന് പരിഹരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ അദ്ദേഹം പറയും. അവിടെ വരുമ്പോൾ ആ ദൗത്യം പരാജയപ്പെടത്തില്ലയോ? അത് ശ്രീകൃഷ്ണൻ്റെ യാദവ ദൂത് പോലെയാകും. അപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിവുള്ള പിണറായി വിജയൻ അപ്പം പിന്നെ തോൽക്കാൻ പോകുന്ന ഒരു യുദ്ധത്തിനിറങ്ങില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം ബുദ്ധിപരമായി അത് ഒരു അനുരഞ്ജനത്തിന് പോകാതിരുന്നതാണ്. നേരെ മറിച്ച് സുധാകരൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക, സുധാകരനോട് എന്താ പാർട്ടി ചെയ്തത്? സുധാകരന് കഴിഞ്ഞ തവണ സീറ്റ് കൊടുത്തില്ല. അദ്ദേഹത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്വവും അദ്ദേഹത്തിനെ ആലപ്പുഴയിലെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് മാറ്റി. ഈ ഒരു സാധാരണ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ചിന്തയിലൂടെ നോക്കിക്കാണുകയാണെങ്കിൽ അദ്ദേഹം അനുസരണയുള്ള ഒരു പാർട്ടി പ്രവർത്തകനാണെങ്കിൽ പാർട്ടിക്ക് വിധേയനായി കീഴ്പ്പെട്ട് 5 കൊല്ലം നിശബ്ദനായിരിക്കേണ്ടതല്ലേ. പക്ഷേ അതിന് പകരം സുധാകരൻ പാർട്ടിക്ക് ഹിതകരമല്ലാത്ത ആശയങ്ങളും അഭിപ്രായങ്ങളും കൂടെ ഉന്നയിക്കുകയും അദ്ദേഹത്തിൻ്റേതായ ക്ലീൻ ഇമേജിന് മാധ്യമങ്ങളിലൂടെ വലിയ പ്രാധാന്യം ഊന്നൽ നൽകി പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തത് വഴി പാർട്ടിയെ അദ്ദേഹം ഇൻഡയറക്റ്റായിട്ട് ഉപദ്രവിക്കുകയല്ലേ ചെയ്തത്. എന്നിട്ട് പോലും പാർട്ടി ജനറൽ സെക്രട്ടറി ഇദ്ദേഹം വിലപ്പെട്ട ഒരു നേതാവാണെന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്ന് പറയുന്നതിൻ്റെ തലേന്ന് വരെ MAVV പറഞ്ഞത് സുധാകരൻ ഞങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ട ആളാണെന്നാണ്. ആ വാചകം ബേബി ഇനിയും തിരുത്തിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു നേതാവ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് പാർട്ടി തീരുമാനിച്ചത് ചിലപ്പോൾ കൊള്ളരുതാത്ത ഒരാളായിരിക്കും. ആണെങ്കിൽ പോലും പാർട്ടിക്ക് കീഴ്പ്പെടുക എന്നതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു ശൈലി. അത് കോൺഗ്രസ് പാർട്ടിയോ ജനാധിപത്യ പാർട്ടിയോ അല്ല. അപ്പോൾ സുധാകരൻ ഒരു കമ്മ്യൂണിസ്റ്റ് വ്യൂ പോയിൻറ്റിൽ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഗതിയിലൂടെ നോക്കിയാൽ സുധാകരൻ്റേതൊരു മാടമ്പിത്ത സ്വഭാവമാണ്. അത് അംഗീകരിക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് പറ്റില്ല. അപ്പം ആ രീതിയിൽ നോക്കുമ്പോൾ പക്ഷേ സുധാകരൻ ഉയർത്തിയിരിക്കുന്ന പ്രശ്നം CPMൻ്റെ സംസ്ഥാന ഘടകത്തിൽ ഉണ്ടായിരിക്കുന്ന ജീർണതയാണ്. അതിൻ്റെ സംസ്ഥാന നേതാവ് എന്ന നിലയിൽ ഗോവിന്ദന് പരിഹരിക്കാൻ പറ്റാത്തൊരു വിഷയമാണ്. പിണറായി വിജയനെ അല്ല നമ്മൾ ഇവിടെ കാണേണ്ടത്. പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദൻ ഈ കാര്യത്തിൽ എന്ത് ചെയ്തു? അതെ, അത് കേരളത്തിൽ പൊതുവെയുള്ള അഭിപ്രായം, കേരളം CPM കണ്ടിട്ടുള്ള ഏറ്റവും മോശം സെക്രട്ടറിയാണ് MV ഗോവിന്ദൻ എന്നാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു UP കാരി പെൺകുട്ടിയുടെ കല്യാണം നടത്തി കൊടുത്ത് അദ്ദേഹം പോയിട്ടാണ്. ഇപ്പോൾ ആൾക്കാർ പലരും സോഷ്യൽ മീഡിയയിൽ എഴുതിയിരിക്കുന്നത് ഇയാളാര് കല്യാണത്തല്ലാണ്, ഇയാൾക്ക് എത്രയോ കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട്, അതൊന്നും ചെയ്യാതെ ഇയാൾ പോയി വിവാദമായ ഒരു കല്യാണം നടത്തി കൊടുത്തു. അത് മാത്രമല്ല പെൺകുട്ടിക്ക് പ്രായപൂർത്തിയും ആയിട്ടില്ല. അങ്ങനെയുണ്ടോ? അതിൻ്റെ അച്ഛൻ തന്നെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിക്കാനായിട്ട് ആരുമില്ല. പിന്നെ വേറെ ഒരു കാര്യം എനിക്ക് സംശയമുള്ളത്, കുറേ നാളായി എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു സംശയമുണ്ട്. ഈ CPMൽ ഇപ്പം നടക്കുന്ന പ്രതിസന്ധി മലബാർ ലോബിയും ട്രാവൻകൂർ ലോബിയും തമ്മിലുള്ള ഒരു വഴക്കിൻ്റെ ആണ്. കാരണം പണ്ട് ഗൗരിയമ്മ ഇതേപോലെ പ്രശ്നം ഗൗരിയമ്മേനെ ഒതുക്കി, സുശീല ഗോപാലിനെ ഒതുക്കി, ഇപ്പം സുധാകരനെ ഒതുക്കി. പക്ഷേ മറ്റേത് രണ്ടുപേരും കേരള മുഖ്യമന്ത്രിമാരാവേണ്ടവരായിരുന്നു, സുശീലയും പിന്നെ ഗൗരിയും. അവർ രണ്ടുപേരെയും മാറ്റി നിർത്തി. ശരിക്കും 87 എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഞാൻ ഇലക്ഷൻ കവറേജ് ചെയ്തിട്ടുള്ളതാ. അന്ന് ഗൗരിയമ്മ മുഖ്യമന്ത്രിയാവുന്ന പറഞ്ഞിരുന്നത്. PK വാസുദേവൻ നായർ പ്രസംഗിച്ചു.
ആ അത് പൊതുയോഗത്തിൽ. അപ്പൊ അത് കഴിഞ്ഞ് നായനാര് മുഖ്യമന്ത്രിയായി. നായനാര് മുഖ്യമന്ത്രിയായി. പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോഴൊക്കെ പാർട്ടി സെക്രട്ടറി ആയിട്ട് വന്നത് മുഴുവൻ മലബാറുകാരല്ലേ. ചടയൻ ഗോവിന്ദനാണെങ്കിലും പിന്നെ കോടിയേരി ബാലകൃഷ്ണനാണെങ്കിലൊക്കെ. അതുമാത്രമല്ല പി ജയരാജനും CPM തലവേദന ഉണ്ടാകുന്ന പല നടപടികളും എടുത്തിട്ട് ജയരാജന് എതിരെ ഒരു അച്ചടക്ക നടപടിയും പാർട്ടി പ്രത്യക്ഷത്തിൽ എടുത്തിട്ടില്ല. പിന്നെ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ എന്തൊക്കെ പറഞ്ഞിട്ട് അവർക്കെതിരെയും ആക്ഷൻ എടുത്തിട്ടില്ല. അവരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിലും അതൊരു മൃദു എന്തായിട്ടുള്ള ഒരു എന്താണ് നമ്മൾ പറയില്ലേ, വെൽവെറ്റ് ഗ്ലൗസ് കൊണ്ടുള്ള ഒരു അറ്റാക്ക് മാത്രമേ ഉള്ളൂ. അവരെ ഒന്നും പൊതുജനവികാരം ഒതുക്കി വയ്ക്കാനുള്ള മുട്ട് ശാന്തി. അപ്പോൾ അത് അങ്ങനെ ഒരു ട്രാവൻകൂർ മലബാർ ഇത് ക്ലാഷ് ഉണ്ടോ? ഉണ്ടല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ ഭരണം കിട്ടുമ്പോഴാണ് ഒരു കണ്ണൂർ ആധിപത്യം, കണ്ണൂർ ലോബി എന്ന് പറയുന്ന ഒരു ശാക്തിക ചേരിയുണ്ട് CPM എല്ലാ കാലത്തും ഉണ്ട്. അത് കുറേ കാലം EMS ഒക്കെ ഉള്ള കാലത്ത് അത് പ്രകടമല്ലാത്ത തരത്തിൽ അതിനെ പൊതിഞ്ഞു വയ്ക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ കേരളത്തെ തിരുവിതാംകൂർ കൊച്ചി കാലത്തും രാജഭരണകാലത്ത് പോലും കണ്ണൂർ ലോബി തിരുവിതാംകൂർ ഭരിച്ചിരുന്നു. നമ്മൾ ആ ചരിത്രം മറന്നുകൂടാ. കോലത്ത് നാട്ടിൽ നിന്ന് ദത്തെടുക്കപ്പെട്ട സ്ത്രീകളുടെ മക്കളാണ് തിരുവിതാംകൂറിൽ രാജ അധികാരത്തിന് യോഗ്യരായി വന്നിട്ടുള്ളത്. കിളിമാനൂർ കൊട്ടാരത്തിലേക്ക് ദത്തെടുക്കപ്പെടും തിരുവിതാംകൂറിൽ പെൺകുട്ടികളില്ലാതെ വരുമ്പോൾ. അത് അത് കണ്ണൂരാണ് കോലത്ത് നാടെന്ന് പറയുന്നത്. അവരെ മാവേലിക്കര കൊട്ടാരത്തിൽ കൊണ്ടുവന്നിട്ട് അവിടുന്ന് കിളിമാനൂർ കൊട്ടാരത്തിലേക്ക് മാരി ചെയ്തുകൊണ്ട് അതിൽ ജനിക്കുന്നവർക്കാണ് തിരുവിതാംകൂറിലെ ഭരണാധികാരം കിട്ടുന്നത്. അപ്പോൾ 250 വർഷമായിട്ട് കണ്ണൂർ ലോബി കേരളം ഭരിക്കുകയാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ കരുണാകരൻ, നായനാര്, ഇപ്പോൾ പിണറായി, ഇതൊരു പുതിയ കാര്യമല്ല. അതിനൊരു അപവാദം ഇടയ്ക്ക് AK ആന്റണിയും പിന്നെ ഉമ്മൻചാണ്ടിയും VS അച്യുതാനന്ദനും ഇടയ്ക്ക് ചെറിയ പീരീഡിൽ മാറി മാറി വരുമെന്നേ ഉള്ളൂ. സ്ഥായിയായി കേരളം ഭരിക്കുന്നത് കണ്ണൂർ കമ്മിയാണ്. അല്ല, ഇത് അങ്ങനെയാണെങ്കിൽ ഒരു പഴയ രീതിയിലേക്ക് തിരിച്ചു പോയിക്കൂടെ ഈ ട്രാവൻകൂർ? ഈ ഭരണത്തെ ഞാനിരുന്ന് ആലോചിക്കാറുണ്ട്. ഈ ഭരണത്തിന് ഒരു ജനറ്റിക്കലി ഒരു കണ്ണൂർ ജീൻ വർക്ക് പറഞ്ഞത് വളരെ ശരിയാണ്. വളരെ അല്ല, ഇത് ഒരു പഴയ പോലെ ഇപ്പോൾ കേരളം തിരുകൊച്ചി സംസ്ഥാനവും മലബാറും ആയിരുന്ന പോലെ ഇപ്പോൾ വീണ്ടും മലബാർ ഒരു പ്രത്യേക സംസ്ഥാനമായിട്ട് രൂപീകരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും അത് നമ്മൾ വേറെ സീരിയസ് ആയി ആലോചിക്കേണ്ട ഒരു വലിയ സബ്ജക്റ്റാണ്. കേരളം 35 ദശലക്ഷം ജനങ്ങളുടെ ഒരു സംസ്ഥാനമായി എത്ര കാലം ഇങ്ങനെ പോകും? അത് നമുക്ക് അടുത്ത ഒരു വീഡിയോ ചെയ്യാം. നമസ്കാരം.